സുപ്രസിദ്ധ സിനിമാ നടനും ടി.വി.കെയുടെ അനിഷേധ്യ നേതാവും ഇപ്പോൾ തമിഴകത്ത് മുതൽ അമൈച്ചറുമായിരിക്കുന്ന ജോസഫ് വിജയ് എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും പത്രത്തിൽ വാർത്തവരും ടി വിയിൽ വാർത്തവരും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വിജയ് അതിഗംഭീരനായ ഒരു നടനാണ്, അതുപോലെ അതിഗംഭീരനായ ഒരു ഭരണകർത്താവാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത്. മുമ്പ് DMKയുടെ കൊണ്ടായിരുന്ന ഘടകകക്ഷികളെല്ലാവരും തന്നെ ഇപ്പോൾ വിജയോട് കൂടിയിരിക്കുകയാണ്. CPM ഉണ്ട്, CPI ഉണ്ട്, VCK ഉണ്ട്, കോൺഗ്രസ് ആദ്യമേ പോയി, ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗും പോയി. ലീഗും കോൺഗ്രസും ഒക്കെ മന്ത്രിസഭയിൽ കൂടി അംഗത്വം നേടിയിരിക്കുകയാണ്. ഇനി ഞങ്ങളെ കൂടി ഭരിച്ച് തമിഴ്നാട് നന്നാക്കി തരാം എന്നാണ് അവരുടെ ഭാവം. CPMനും CPIക്കൊന്നും അത്രത്തോളം പോകാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചേരാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ TVK എന്ന് പറഞ്ഞാൽ മരണത്തെ പിന്തുണക്കുന്നത് എന്നിടക്കിടയ്ക്ക് ഭംഗ്യന്തരേണ പറയുന്നുണ്ട്. ഒരു പക്ഷേ DMKയുടെ ഭാഗത്തേക്ക് അവർ തിരിച്ചു പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ കാര്യങ്ങൾ നടക്കവേ ഈ ജോസഫ് വിജയ് എന്ന് പറഞ്ഞ ചങ്ങാതിക്ക് പുള്ളി എന്ത് ജോലിയാണ് ചെയ്യുന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ കേട്ടാൽ കാര്യം വളരെ വ്യക്തമാണ്. പുള്ളി ഒരു ഭരണകർത്താവായിട്ടോ ഒരു രാഷ്ട്രീയ നേതാവായിട്ടോ അല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും പുള്ളി സിനിമാ നടനായിട്ടാണ് തുടരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. MGR രാഷ്ട്രീയത്തിൽ വളരെ കാലം പയറ്റിയതിന് ശേഷമാണ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ വശം അറിയാമായിരുന്നു. മാത്രമല്ല പുള്ളിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവും പ്രാപ്തിയുള്ള നേതാക്കന്മാരും DMKയിലും ഉണ്ടായിരുന്നു, ഉപദേഷ്ടാക്കളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ജയലളിതയ്ക്കും. അവർ കുറേ കാലം സിനിമയിൽ നിന്നൊക്കെ വിട്ടുനിന്ന് DMKയിൽ പ്രധാനപ്പെട്ട പല പദവികളും വഹിച്ചതിന് ശേഷമാണ് തമിഴ്നാട്ടിൽ മുതൽ അമൈച്ചറായത്. വിജയ്ക്ക് ഇതുപോലുള്ള ഒരു ഭാഗ്യവും ഒരു സൗകര്യവും കിട്ടിയിട്ടില്ല. പുള്ളി സ്വന്തം പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെന്നല്ലാതെ മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ശീലമില്ല. മുമ്പ് ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിട്ട് പരിചയമില്ല. അതുകൊണ്ട് പുള്ളി ഇപ്പോഴും സ്ക്രീനിലാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസം നന്ദി പ്രമേയത്തിൻ്റെ ചർച്ച അവസാനം മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗമുണ്ട്. ഈ മറുപടി പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവും സ്റ്റാലിൻ്റെ മകനുമായ ഉദയനിധി സ്റ്റാലിനെ പരിഹസിച്ചുകൊണ്ടൊരു പ്രത്യേക ആക്ഷൻ നിയമസഭയിൽ കാണിച്ചു. അത് സ്റ്റാലിനെ പരിഹസിക്കുന്ന രീതിയിലാണ്. ഉദയനിധിയുടെ ചില രീതികൾ, മാനറിസംസൊക്കെ ഇദ്ദേഹം നടനാണല്ലോ, അനുകരിച്ച് കാണിച്ചു. ഇത് കണ്ട് TVKയിലുള്ള പോങ്ങന്മാരൊക്കെ കൈയടിച്ച് രസിച്ചു. അവർ ഡെസ്കും അടിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ഇദ്ദേഹം ഇത് കണ്ടപ്പോൾ വലിയൊരു പെർഫോമൻസാണ് നടത്തിയത്, പൊളിയതിനായി. പക്ഷേ ഉദയനിധി സ്റ്റാലിൻ തിരിച്ചടിച്ചു. പുള്ളി പറഞ്ഞു, ഇത് സിനിമയുടെ സെറ്റല്ല, ഓഡിയോ ലോഞ്ചും അല്ല, വീഡിയോ ലോഞ്ചും അല്ല, ഇത് തമിഴ്നാട് നിയമസഭയാണ്, എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന ഓർമ്മ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് താങ്കൾക്കുണ്ടായിരിക്കണം. ഈ സിനിമ സ്ക്രീനിൽ കാണിക്കുന്ന കോമാളിത്തരം അവിടെ കാണിച്ചാൽ മതി, ഇത് നിയമസഭയിൽ വേണ്ട എന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ തമിഴ്നാട്ടിലെ ആളുകൾ വിചാരിച്ചു യഥാർത്ഥത്തിൽ ഈ ഒരു ചെറുപ്പക്കാരൻ നന്നാവാനുള്ള കുശുമ്പ് കൊണ്ട്, കുന്നായ്മ കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം പിതാവിൻ്റെയും തൻ്റെയും തന്നെ സ്ഥാനം നഷ്ടപ്പെട്ടതിലുള്ള നിരാശയിൽ നിന്നും ഉത്ഭവിച്ച വാക്കുകളായിരിക്കും എന്നാണ്. പക്ഷേ അല്ല. തമിഴ്നാട്ടിലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു, കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഇത് സിനിമ സെറ്റല്ല, നിയമസഭയിൽ കാണിക്കുന്നത് നിയമസഭയ്ക്ക് ചേർന്ന പ്രവൃത്തിയായിരിക്കണം, അല്ലാതെ സിനിമയിൽ കാണിക്കുന്ന പോലെ ആകാൻ പാടില്ല എന്ന് ഗുണദോഷിച്ചിരിക്കുകയാണ്. മിക്കവാറും CPMഉം ഇതേ നിലപാട് കൈക്കൊള്ളാൻ സാധ്യതയുണ്ട്. കാരണം രണ്ട് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടികളാണ്. അവർക്ക് മന്ത്രിമാരില്ല, ധൈര്യമായിട്ട് വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ അവർക്ക് ഈ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും പറയില്ല, പറയാൻ നിവൃത്തിയില്ല. കാരണം വിജയുടെ ഒരു കനിവിലാണ്, കാരുണ്യത്തിലാണ് അവർ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് അവർ റേഷൻ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ പട്ടിണിയായി പോകും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതല്ല, ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് ഇതുപോലൊരു പെർഫോമൻസ് നടത്തിയ വിജയ് ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യും? പുള്ളി മിക്കവാറും നിയമസഭയിൽ മരഞ്ഞിറ്റി പ്രേമം അഭിനയിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അത് പിന്നെ കുഴപ്പമില്ല, പ്രേമമാണല്ലോ, പാട്ട് പാടിയാലും കുഴപ്പമില്ല, തിരക്കഥാകൃത്തിനെയോ സംവിധായകനെയൊക്കെ അവതരിപ്പിച്ചാലും കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം കിടക്കുന്നത് ഈ DMKക്കാരായിട്ട് എന്തെങ്കിലും വാക്കിറക്കം ഉണ്ടാക്കിയാൽ പുള്ളി സിനിമ സ്റ്റൈലിൽ ഇവർ ഇടിച്ച് പഞ്ചറാക്കാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ അപകടകരമായ ഒരു സാധ്യതയാണ്. അപ്പോൾ ആ നിലയിലേക്കൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യം വളരുമോ, വികസിക്കുമോ, പടർന്ന് പന്തലിക്കുമോ എന്ന ആദ്യമാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഇതാണ് കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത്, ഓരോരുത്തരും അവനെ കൊണ്ട് പറ്റുന്ന ജോലി ചെയ്യാവും. നമുക്ക് പറ്റാത്ത പണിക്ക് പോയാൽ ഇതുപോലെയുള്ള പല അബദ്ധങ്ങളും സംഭവിക്കും. അത് വിജയുടെ ആദ്യത്തെ റാലി നടക്കുമ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ചാണല്ലോ, എത്ര ആളുകളാണ് തിക്കിലും തിരക്കിൽപ്പെട്ട് മരിച്ചത്. എന്നിട്ടും പ്രബുദ്ധരായ തമിഴന്മാർ പുള്ളിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു.
അപ്പോൾ ഓരോരുത്തർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കണം. തമിഴന്മാർ വളരെ ബുദ്ധിമുട്ടിയാണ് ഇദ്ദേഹത്തെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത്. ഇനി അദ്ദേഹം കാണിക്കുന്ന സകല കോമാളിത്തരങ്ങളും സകല വഷളത്തരങ്ങളും അവർ സഹിച്ചാൽ മതിയാവും. വേറെ യാതൊരു മാർഗവും ഇല്ല. ഇതിനാണ് നമ്മൾ തലവിധി അല്ലെങ്കിൽ കർമ്മഫലം എന്ന് പറയുന്നത്.